എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL മാമാങ്കം അവസാനിച്ചതിന് തൊട്ടുപിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കായി ഒരുങ്ങുകയാണ്. ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിന്റെ പ്ലേയിംഗ് 11 ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെയാണ് പ്രഖ്യാപിച്ചത്. നിരവധി യുവതാരങ്ങൾക്ക് അവസരം നൽകിയിട്ടുള്ള ഈ 11-ൽ ശ്രേയസ് അയ്യർക്ക് സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ അതോ അദ്ദേഹത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. ചില താരങ്ങൾ ഈ പരമ്പരയിലൂടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുമെന്നും സൂചനയുണ്ട്. 2 മാസത്തിലേറെ നീണ്ടുനിന്ന IPL-ൽ പഞ്ചാബിനെ തോൽപ്പിച്ച് ബാംഗ്ലൂർ കിരീടം നേടിയതോടെ ക്രിക്കറ്റ് ആരാധകർ ഇനി ഇന്ത്യൻ ടീമിന്റെ അടുത്ത മത്സരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. IPL അവസാനിച്ചതോടെ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 5 മത്സര ടെസ്റ്റ് പരമ്പര കളിക്കും. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള പ്ലേയിംഗ് 11-ൽ നിരവധി യുവതാരങ്ങൾക്കും പുതിയ ബോളർമാർക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് ഇവർ. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഈ ടീമിൽ ആദ്യമായി ടെസ്റ്റ് ക്യാപ്പ് നേടുന്ന ചില കളിക്കാരും ഉൾപ്പെടുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണിവർ. ടീം ഇന്ത്യയുടെ സ്ക്വാഡിലേക്ക് നോക്കിയാൽ ഇംഗ്ലണ്ട് പര്യടനം ഗില്ലിന്റെ കരിയറിലെ ഒരു നിർണായക ഘട്ടമാണ്. ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കുന്ന ഗിൽ, രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ടീമിന് ആവശ്യമായ ശാന്തവും എന്നാൽ ആക്രമണോത്സുകവുമായ ഒരു നേതാവായി മാറും. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിൽ ഗിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു നേതാവെന്ന നിലയിൽ ടീമിനെ നയിക്കാനുള്ള ഗില്ലിന്റെ കഴിവും ഈ പരമ്പരയിൽ ഉറ്റുനോക്കപ്പെടും. കഴിഞ്ഞ കുറച്ചുകാലമായി ജയ്സ്വാൾ കാഴ്ചവെച്ച പ്രകടനം എല്ലാവരെയും ആകർഷിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രശംസനീയമായിരുന്നു. പേസ് ബൌളിംഗിനെതിരെയും മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇംഗ്ലണ്ട് പരമ്പരയിൽ ഗില്ലിനൊപ്പം ഓപ്പണറായി ജയ്സ്വാൾ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ടീമിന് എല്ലാ ഫോർമാറ്റിലും ഉപകാരപ്രദമായ കളിക്കാരനാണ് KL രാഹുൽ. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ക്രമത്തിലെ വഴക്കവും വിക്കറ്റ് കീപ്പർ റോളും ടീമിന് മുതൽക്കൂട്ടാണ്. വിദേശ പിച്ചുകളിലെ രാഹുലിന്റെ ടെസ്റ്റ് റെക്കോർഡ് മികച്ചതാണ്. ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവം ടീമിന് വിലപ്പെട്ടതാണ്. മറ്റൊന്ന് സായി സുദർശന്റെ ആദ്യ ടെസ്റ്റ് പരമ്പരയായിരിക്കും ഇത്. IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച സായി സുദർശൻ ടെസ്റ്റ് ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധ്യതയുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പന്ത് നേടിയ നേട്ടങ്ങൾ പ്രശംസനീയമാണ്. T20 ക്രിക്കറ്റിൽ തിളങ്ങിയില്ലെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പലപ്പോഴും ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. വിക്കറ്റിന് പിന്നിലെ അദ്ദേഹത്തിന്റെ വേഗതയും ടീമിന് ഗുണം ചെയ്യും. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പേസ് ബൌളിംഗ് ഓൾറൗണ്ടറാണ് നിതീഷ് കുമാർ റെഡ്ഡി. ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിന്റെ ആദ്യ പര്യടനമായതിനാൽ വലിയ സമ്മർദ്ദം നേരിടേണ്ടിവരും. അടുത്തത് ഓഫ് സ്പിൻ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിന് രവിചന്ദ്രൻ അശ്വിന്റെ വിരമിക്കലിന് ശേഷം ടീമിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ ബാറ്റിംഗും ബൌളിംഗും ടീമിന് ഗുണകരമാണ്. ഇനി കുൽദീപിനെ നോക്കിയാൽ സമീപ വർഷങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്പിന്നറാണ് കുൽദീപ് യാദവ്. അദ്ദേഹത്തിന്റെ ബൌളിംഗ് ടീമിന് നേട്ടമാണ്. പരിചയസമ്പന്നനായ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ ടീമിന്റെ ഒരു പ്രധാന താരമാണ്. അദ്ദേഹത്തിന്റെ ബൌളിംഗ്, ബാറ്റിംഗ്, ഫീൽഡിംഗ് എന്നിവയെല്ലാം ടീമിന് വിലപ്പെട്ടതാണ്. വിക്കറ്റുകൾ നേടുന്നതിലും നിർണായക റൺസ് നേടുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിക്കുന്നു. യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ധ്രുവ് ജൂറൽ ലഭിച്ച അവസരങ്ങളെല്ലാം മുതലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിംഗും ബാറ്റിംഗും ടീമിന് ഉപകാരപ്രദമാണ്. ടീമിന്റെ പ്രധാന പേസ് ബൌളറാണ് ജസ്പ്രീത് ബുംറ. അദ്ദേഹത്തിന്റെ സ്വിംഗും യോർക്കറുകളും ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ കൂടുതൽ ഫലപ്രദമാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ടീം സെലക്ഷൻ ശരിയായോ അതോ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.